ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു യഥാർത്ഥ അറബിക് ഹരീസ കേട്ടോ. യഥാർത്ഥ അറബിക് ഹരീസ ഞാൻ പറയാൻ കാരണം, ഞാൻ ഈ നാട്ടിൽ പോകുമ്പോൾ കല്യാണങ്ങൾക്കും സൽക്കാരങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ ഈ പല ടൈപ്പുള്ള ഹരീസയും കഴിച്ചിട്ടുണ്ട്. ചിലത് നെയ്യ് മേലുണ്ടാവും, ചിലതിൽ മധുരം ഉണ്ടാവും, അങ്ങനെ പലതും. പക്ഷെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടുന്ന് ഞാൻ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഇവിടുന്ന് ഞാനിപ്പോൾ ഒരു 4 വർഷമായി നമ്മളെ നോമ്പിന് ഹസ്ബൻഡിൻ്റെ സിദ്ദീഖാൻ്റെ ഓഫീസിലൊരു കൊളീഗ് ഇവിടെ UAE നാഷണലാണ്. അവരെ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് എല്ലാ നോമ്പിനും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ റെസിപ്പി പഠിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ കറിയില്ലേ, മട്ടൻ കറി, ചിക്കൻ കറി, ചിക്കൻ മുളകിട്ടത്, മട്ടനൊക്കെ കിഡു ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ കൂടെയൊക്കെ ഈ കറീൻ്റെ ഒക്കെ കൂടെ ഈ ഹരീസയിൽ നമ്മൾ വെറും 3 ചേരുവകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് മീറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഗോതമ്പോ, കുറച്ച് ഉപ്പുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു ഇത്തിരി ഒലിവ് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്നും. ഇങ്ങനെ 3 മതി. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒറിജിനൽ ഒതൻറ്റിക് ആയിട്ടുള്ള ഈ അറബിക് റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ ഹരീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ, ഞാൻ 1 കപ്പ് ഗോതമ്പ് തൊലി കളഞ്ഞ ഗോതമ്പില്ലേ, അതാണ് ഹരീസിൻ്റെ ഗോതമ്പ്. ഹരീസിൻ്റെ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതൊന്നുമില്ലാന്ന് തോന്നുന്നു. നമ്മുടെ നോർമൽ ഗോതമ്പില്ലേ, സാധാ, അതിൻ്റെ തൊലി കടിക്കല്ലോ. അപ്പോൾ തൊലി കളഞ്ഞിട്ടുള്ള ഗോതമ്പാണ് കേട്ടോ. ഇത് 1 കപ്പ് 250 ഗ്രാമിൻ്റെ 1 കപ്പ് ഞാൻ കുതിർത്തിയെടുത്താണ്. ഇതൊരു നമ്മളിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ കുതിർത്തിയാൽ മതി. ഒരു 4-5 മണിക്കൂറാകുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആവും കണ്ടോ, നല്ല സോഫ്റ്റ് ആവും. ഇതാട്ടോ എടുത്തത്, 1 കപ്പാണ് ഇത് നമുക്ക് കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 250 ഗ്രാം എല്ലുള്ള ചിക്കൻ. ആ ബ്രസ്റ്റ് പീസ് ഒന്നും എടുക്കുന്നതിന് കുഴപ്പമില്ല, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ അല്ലാത്തല്ലേ ആ ടൈപ്പ് പീസൊക്കെ അല്ലേ, എല്ലുള്ള ഭാഗം, അതെടുക്കണേ. അത് നമ്മൾ 1 കപ്പ് ഗോതമ്പിന് 250 ഗ്രാം എല്ലുള്ള പീസ് ചിക്കൻ നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം കേട്ടോ. മട്ടൻ ഉപയോഗിക്കുക, ബീഫ് ഉപയോഗിക്കുക, എല്ലാം ഉപയോഗിക്കാം. ഞാനിപ്പം ചിക്കനാണ് എടുത്തത്. ഓക്കെ, ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിടാം. ബാക്കി നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്തിയാൽ മതിയല്ലോ. അപ്പോൾ അത് കുറച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് ഗോതമ്പിന് ഞാൻ എടുത്തത് 3 കപ്പ് വെള്ളം, അതും കൂടി ഒഴിച്ചിട്ട് ഇത്രേ ഉള്ളൂ. ഈ കണ്ടോ, ഇത്രയും സിമ്പിളാണ്. ഇനി നമ്മൾ കുക്കർ അടിച്ച് വെക്കാൻ പോവാണ്. ഇനി ഞാൻ ഇപ്പോൾ കുക്കർ അടിച്ചു. ഇനി ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വരും. അത് കഴിഞ്ഞിട്ട് സ്ലോയിൽ മാറ്റും. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ, ഒരു 35 മിനിറ്റോളം ഇത് എന്ത് ചെയ്യുക, വേവിച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. തീ ഓഫ് ചെയ്തു. പിന്നെ ഞാൻ പ്രഷർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇപ്പം എല്ലാം ഇനി നമുക്ക് തുറക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള ഇത് നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, ഈ എല്ലില്ലെന്ന് മാറ്റണം. ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ എന്താവും, ഇറച്ചിയൊക്കെ ഈ എല്ലിൽ അങ്ങ് വിട്ടുവരും. എന്നിട്ട് ഈ എല്ലൊക്കെ നമുക്ക് മാറ്റി കൊടുക്കണം. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടാവും അത്. ഞാൻ നന്നായി ഇളക്കിയപ്പോൾ കണ്ടോ, എല്ലൊക്കെ ഇങ്ങനെ ഇതുപോലെ പോകുന്നുണ്ട്. ഇതൊക്കെ ചൂടാണ്. ഒന്ന് ചൂട് തന്നിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ ഇതുപോലെ എടുത്ത് നമുക്ക് ഒന്നിലേക്ക് മാറ്റാം. എല്ലൊക്കെ മാറ്റാൻ പോവാണ് ഞാൻ കംപ്ലീറ്റ് എല്ലും ഇല്ലെന്ന് മാറ്റിട്ടോ. മിക്സ് ആകുമ്പോൾ മാറ്റാനേ ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഇറച്ചിയൊക്കെ അതിലേക്ക് കൂടും. ബാക്കി എല്ലാം ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നമുക്കൊരു സ്പൂണറ്റം വെച്ചിട്ട് ഈസി ആയിട്ട് എല്ല് മാറ്റിയെടുക്കാം. ഇതെനി നിങ്ങൾക്ക് ആദ്യമല്ലേ കൂടുതൽ, ഞാനിപ്പോൾ കുറച്ചല്ലേ ഉണ്ടാക്കിയുള്ളൂ, 1 കപ്പ്. നമുക്ക് കൂടുതൽ 1 കിലോ അല്ലെങ്കിൽ 500 ഗോതമ്പ് വെച്ച് ചെയ്യുമ്പോൾ ഒരു പിഞ്ച് അല്ലെ ഒരു 1/4 ടീസ്പൂണ് നമ്മളെ പട്ട പൊടിച്ചതുകൂടി അവർ ചേർക്കും. ചിലർ ചേർക്കും, ചിലർ ചേർക്കൂല. രണ്ടായിട്ടും ചെയ്യലുണ്ട്, ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ചിട്ടോ. വേറൊന്നും ചേർക്കില്ല, പട്ട പൊടിച്ചു. ഞാനിപ്പോൾ ഒത്തിരി ആകുമ്പോൾ നമ്മൾ എത്ര ഇട്ടാലും അതിൻ്റെ ഒരു ചോയ വരും. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ പറയാം, ഇഷ്ടമുള്ളവരാണെങ്കിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിലാണ് കിട്ടിയത്. ഈ ഗോതമ്പ് നമുക്കിങ്ങനെ കുറച്ച് വലുതായിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട്
ചൂട് തന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ആ പൾസിലിട്ടൊന്ന് കറക്കിയെടുക്കും. ഞാൻ ജസ്റ്റ് ഒന്ന്, ഇല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലിട്ടാലും മതി, അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡറില്ലേ ഇതിൽ വിട്ടിട്ട് ചെയ്യുന്നത്, അത് കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. രണ്ടായാലും മതി. ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ പോവുകയാണേ. ഇതാ ഞാനിപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചാട്ടോ. ഇതാ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കുറച്ചും കൂടി ഉണ്ട് ഒഴിക്കുക. എന്താ ചെറിയ ചെറിയ തരി വേണം താനും. ഒരു 10 സെക്കൻഡൊക്കെ ഒന്നൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതിയേ. ഇത്രയും മതി കണ്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ അൽസാന്നോ അരീസാന്നോ അലീസാന്നൊക്കെ പറയൂല നമ്മൾ, അത് ഇവിടെ റെഡി ആയിട്ടോ. ഇനി ജസ്റ്റ് ഇതൊന്ന് ഒരു സ്പൂണ് നെയ്യോ ബട്ടറോ ഒലീവ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. അതുകൂടി ഇട്ടൊന്നൊന്ന് ചൂടാക്കിയെടുക്കണം. ഓക്കെ, ഫ്ലെയിം ഓൺ ആക്കിയിട്ട് എന്നിട്ട് 1 ടേബിൾ സ്പൂൺ, നമ്മൾ 1 കപ്പ് ഗോതമ്പ് 1 കപ്പ് ചിക്കനെല്ലാം എടുത്തുള്ളൂ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് നല്ലോണം തിളക്കിയൊന്നും വേണ്ട, സൈഡൊക്കെ ഒന്ന് തിളച്ചൊന്ന് ചൂടായി. ഇപ്പം നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചപ്പോൾ ചൂടൊക്കെ ഇല്ലല്ലോ, ഒന്നൊന്ന് തള വന്നുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാട്ടോ. ഇതാണ് ശരിക്കും അറബിക് അറബീസിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ ഒരു കുക്കറിലല്ല ഒരുപാട് ഉണ്ടാക്കുമ്പോൾ വലിയ ചെമ്പിൽ 2 മണിക്കൂറോളം അങ്ങനെ വേവിക്കുക ചെയ്യുക. നമ്മളതിന് വേണ്ടിയിട്ട് കുക്കറിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാ ചൂടായിട്ടോ. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. ചൂടായി ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ പൊന്തി ഇങ്ങനെ വരുന്നുണ്ട്. അത്ര മതി, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിനി ഞങ്ങൾ ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ട മുളകിട്ടാണ്. ഇതും കൂട്ടി നല്ല കിഡു ടേസ്റ്റ് ആട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, അപ്പം എല്ലാവരും കണ്ടല്ലോ, ഇത്ര സിമ്പിളാണ് ഹരീസ് ഉണ്ടാക്കാൻ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.